CPM സൈബർ ഇടങ്ങളിലെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർക്കണം. അവരോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള വളരെ അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതുകൊണ്ട് CPMന്റെ അണ്ടകടാഹം തീർത്തു കൊടുക്കാൻ രാഹുലിന്റെ വാക്കുകൾക്ക് കഴിയുമായിരുന്നതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളികളിൽ ഒരാൾ മാങ്കൂട്ടത്തിലാണ്. ആ മാങ്കൂട്ടത്തിലിന്റെ വീഴ്ച സൈബർ ഇടങ്ങളിൽ CPM ആഘോഷിച്ച് തിമർത്താടുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ ഇനി തലപൊക്കാതിരിക്കാൻ മുഖ്യമന്ത്രിക്കും താല്പര്യമുണ്ട്. രാഹുലിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഗർഭചിത്രത്തിന്റെ പേരിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പരാതി ഇതിന്റെ ഭാഗമാണെന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ ഗർഭചിത്രത്തിന് ഇരയായിരിക്കുന്ന പെൺകുട്ടിയുടെ പരാതി ഇല്ലാതെ ഇത് നിലനിൽക്കുകയില്ല. മാത്രമല്ല DNA പരിശോധനയുടെ ഒക്കെ കാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ഗർഭത്തിന്റെ ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് തെളിയിക്കാൻ വഴികളുമില്ല. അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന ധാരണയാണ് പലർക്കുമുള്ളത്. എന്നാൽ CPMന്റെ അതിബുദ്ധിയിൽ ഈ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാഴ്ത്തി ചില നീക്കങ്ങൾ നടത്താൻ ആലോചനയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ആ പെൺകുട്ടിയും രാഹുലും ഇപ്പോൾ അടുപ്പത്തിലല്ല. അതുകൊണ്ട് തന്നെ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അവരുടെ മൊഴിയെടുത്ത് ആ മൊഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വഞ്ചിച്ചു, ചതിച്ചു, റേപ്പ് ചെയ്തു എന്ന തരത്തിലേക്ക് മൊഴികൾ എഴുതി രാഹുലിനെ റേപ്പ് കേസിൽ പോലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ആരായുന്നത്. ഒരു പ്രമുഖ ചാനലിലെ അവതാരകയാണ്, ഏഷ്യാനെറ്റ് അല്ല. ഏഷ്യാനെറ്റ് ആണ് എന്നുള്ളത് കള്ളക്കഥ മാത്രമാണ്. ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക ഇപ്പോഴത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, എന്നിട്ട് അവരെ കൊണ്ട് വഞ്ചനയുടെയും റേപ്പിന്റെയും മൊഴി കൊടുപ്പിച്ച് അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുക എന്ന നീക്കമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. കോടതിയിൽ നിലനിൽക്കുമോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഒരു പെൺകുട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരവാദമുയർത്തി സഹതാപം ലഭിക്കില്ല എന്നുറപ്പാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ അത് ഒരു സഹതാപവും ഉണ്ടാക്കില്ലെന്നും CPM സൈബർ വെട്ടിക്കിളികൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ആഘോഷിക്കാനുള്ള വിരുന്നാകുമെന്നും അങ്ങനെ തന്നെ ചെയ്യണമെന്നുമുള്ള ആലോചന ശക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷ നേതാവിനും മറ്റു കോൺഗ്രസുകാർക്കും പോലും കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന നിലപാടിലേക്ക് കോൺഗ്രസിലെ മിക്കവരും മാറുമ്പോൾ ഏറ്റവും മികച്ച സാധ്യതയായി CPM അതെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട്. അതേ നാലുപാടും ശത്രുക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് രാഹുലിനെതിരെ. വഴിയെ പോകുന്ന ഞാഞ്ഞൂലുകൾക്ക് പോലും ഇപ്പോൾ രാഹുലിനെതിരെ ആഞ്ഞടിക്കാൻ അവസരമുള്ള സമയം. അതുതന്നെയായിരിക്കും രാഹുലിന്റെ വിധി നിർണയിക്കുന്നതും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരളം ഏറെ ഇഷ്ടപ്പെട്ട ഒരു നേതാവിന്റെ അവസാനത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു.